ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. ബനാനയും അവിലുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പഴം കറുത്തു പോയാലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചെറിയ പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറിയ പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതിനായിട്ട് 1 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മട്ട റൈസിൻ്റെ അവലാണിത്. ഏത് തരം അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ള അവൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. പിന്നെ എടുത്തിട്ടുള്ളത് 6 ചെറിയ പഴമാണ്. അത് കുറച്ച് കറുത്തു പോയിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ അവലൊന്ന് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്ന വരെ വറുത്തെടുക്കണം. നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോവും. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കുക. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഒടിഞ്ഞു പോവും. അതാണ് ഇതിൻ്റെ പാകം. അത്രയും നേരം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അവല് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. 300 ഗ്രാം ശർക്കരയ്ക്കകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മധുരം ഒരുപാട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്താൽ തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതും അരിച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. തരിയൊന്നും പാടില്ല. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 4 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലാണ് ഹൽവയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അവലും കൂടെ ചേർക്കുമ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഒരുമാതിരി തിക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ട്രിപ്പിൽ അടിച്ചെടുക്കാൻ പാടാണെങ്കിൽ 2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ട്രിപ്പിലാണ് ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യൊന്ന് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കണം. ഹൽവയ്ക്കകത്തോട്ട് ഇടാനുള്ള നട്ട്സാണിത്. ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏതാണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഈ നട്ട്സ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കി നെയ്യ് അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്തോട്ട് നേരെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വയ്ക്കാം. ഈ ഹൽവയ്ക്കകത്തോട്ട് നമ്മൾ ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കത്തില്ല. ആദ്യമേ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ആവശ്യമുള്ളത്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങും. തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഡാർക്കായിട്ട് വരും. ഈ സമയത്താണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കയുടെ സീഡ് മാത്രമായിട്ട് പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ആ കളറ്. തീ കൂട്ടി വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിനകത്തോട്ട് നെയ്യ് ആവശ്യമില്ല. തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനു മുമ്പും ഞാൻ കുറച്ച് ഹൽവ ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു നാച്ചുറലായിട്ട് നല്ല ഡാർക്ക് കളർ കിട്ടാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോസും കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഹൽവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കരുത്. ഇത് വീഴുന്നത് കണ്ടാൽ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ നെയ്യോ എണ്ണയോ തടവിയിട്ട് അത് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ വെളുത്ത എള്ളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളിലും കൂടെ വെളുത്ത എള്ള് വിതറി കൊടുക്കുന്നത്. ഇനി ഇത് ചൂടാറാനായിട്ട് 2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. അതായത് ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ എടുത്താലും മതി. ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം കട്ട് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ചെറുതായിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം നാച്ചുറൽ കളറാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കാൻ നോക്കുക. അന്നേരം നല്ല ഡാർക്ക് കളറും വരും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കഴിച്ചാലും മതിയാവത്തില്ല. സാധാരണ ഹൽവയിൽ നെയ്യ് ഒരുപാട് ചേർക്കും. ഇതിനകത്ത് നമ്മൾ ആകെ 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നട്ട്സ് ഇല്ലാതെ ഉണ്ടാക്കിയാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വെളുത്ത എള്ള് മാത്രമായിട്ട് നിങ്ങൾക്കിടാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്